ഈ പരിശുദ്ധമായ ദേവാലയത്തിൽ സന്നിഹിതരായിരിക്കുന്ന മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ദൈവനാമത്തിൽ ഏവർക്കും വന്ദനം. ഈ പരിശുദ്ധ ദേവാലയത്തിലേക്ക് ഒരിക്കൽ കൂടി കടന്നു വരുവാനും അതിവിശുദ്ധമായ ആരാധനയിൽ സംബന്ധിക്കുവാനും ഇടയാക്കിയ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. സഭ ഇന്ന് പേരൻസ് ഡേ ആയിട്ട് മാറ്റിവെച്ചിരിക്കുന്നതായ പ്രത്യേക ദിവസമാണല്ലോ. ഇന്ന് നാം വായിച്ചു കേട്ടതായ ഏവൻഗേലിയോൻ ഭാഗം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 5-ാമത്തെ വാക്യം മുതലുള്ളതായ വേദഭാഗങ്ങളാണ്. അത് പ്രത്യേകമായിട്ട് നാം ശ്രദ്ധിക്കുമ്പോൾ ആ കാലഘട്ടത്തിൻ്റെ സാമൂഹികവും അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ, പൊളിറ്റിക്കൽ, സോഷ്യോളജിക്കൽ ആയിട്ടുള്ള പല കാര്യങ്ങളെയും ഒരുമിച്ച് നമ്മെ പഠിപ്പിക്കുന്നതായിട്ടുള്ള ഒരു വേദഭാഗമാണത്. ആ സന്ദർഭത്തിൽ പറയുന്നത് അന്ന് ഭരിച്ചുകൊണ്ടിരുന്ന രാജാവിനെ കുറിച്ചും അതുപോലെ തന്നെ പരിശുദ്ധ ദേവാലയത്തിലേക്ക് കടന്നു വന്ന സഖറിയ എന്ന പുരോഹിതനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഭാര്യയായ എലിസബത്തിനെ കുറിച്ചും അവിടെ പരിചയപ്പെടുത്തി തരുന്നു. പേരൻസ് ഡേയുടെ പ്രത്യേകതയിൽ നാം ഇന്ന് ചിന്തിക്കേണ്ടത് അവരെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നു, അവർ ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിൻ്റെ സകല കൽപ്പനകളും ഒന്നുപോലെ പാലിക്കുന്നവരുമായിരുന്നു. ഈ പേരൻസ് ഡേയിൽ നമുക്ക് ഒരു ഇൻട്രോസ്പെക്ഷൻ നടത്താം. ആർ വി അപ്രൈറ്റ് ഇൻ ദ സൈറ്റ് ഓഫ് ഗോഡ്? ആർ വി റൈറ്റിയസ് ഇൻ ദ സൈറ്റ് ഓഫ് ഗോഡ്? ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം നീതിയുള്ളവരാണോ? ദൈവത്തിൻ്റെ നിയമങ്ങൾ നാം അനുസരിക്കുന്നവരാണോ? അതിന് ആ വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നു, കുറ്റമില്ലാതെ അനുസരിക്കുന്നവർ, ബ്ലെയിംലെസ്ലി, കുറ്റമില്ലാതെ പാലിക്കുന്നവരാണോ? നമ്മെ ഏൽപ്പിച്ച കുടുംബങ്ങളിൽ, നമ്മെ ഏൽപ്പിച്ചതായ ചുമതലകളിൽ ദൈവത്തിന് ഹിതപ്രകാരം ജീവിക്കുന്നവരാണോ എന്ന് ഒന്ന് ആലോചിക്കുവാനും പഠിക്കുവാനും, മാറ്റങ്ങൾ എവിടെയെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആ മാറ്റങ്ങൾ വരുത്തുവാനുമുള്ളതായ ഒരു നല്ല ദിവസമായി ഈ ദിവസത്തെ നമുക്ക് വേർതിരിക്കാം. ഒന്നുകൂടെ നമുക്ക് ആ വാക്യം ഒന്ന് ഓർക്കാം. അവർ ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും ദൈവത്തിൻ്റെ സകല കൽപ്പനകളും കുറ്റമില്ലാതെ പാലിക്കുന്നവരുമായിരുന്നു. എത്രമാത്രം കുറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് എന്നും ആ കുറ്റങ്ങൾ കണ്ടെത്തി തിരുത്തുവാൻ ദൈവം അല്പസമയം നമുക്ക് തന്നിരിക്കുന്നു. അവ തിരുത്തുവാനായിട്ടും കുറെ കൂടെ നന്നായിട്ട് ജീവിക്കുവാനും കുറെ കൂടെ നീതിബോധമുള്ളവരായി ജീവിക്കുവാനും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മാതൃകയായി ജീവിക്കുവാനും ഈ പേരൻസ് ഡേ ഒന്നുകൂടി നമ്മെ ശക്തീകരിച്ചെങ്കിൽ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. വീണ്ടും അവിടെ പറയുന്നുണ്ട് യോഹന്നാന്റെ ജനനത്തെക്കുറിച്ച്. വാർദ്ധക്യത്തിൽ അങ്ങേയറ്റം പ്രായാധിക്യത്തിലെത്തിയിരിക്കുന്ന സഖറിയായും എലിസബായും. സഖറിയ ദേവാലയത്തിൽ ധൂപാർപ്പണം നടത്തുമ്പോൾ ദൈവത്തിൻ്റെ ഗബ്രിയേൽ മാലാഖ സഖറിയായുടെ അടുത്ത് ചെന്നിട്ട് നിനക്കൊരു പുത്രൻ ജനിക്കും, അവന് പേര് വരെയും പറയുന്നുണ്ട് യോഹന്നാൻ, ദൈവത്തിൻ്റെ ദാനം. നമ്മുടെ കുഞ്ഞുങ്ങൾ ദേ ആർ ഗിഫ്റ്റ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന വലിയ ദാനമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ. ആ ദാനം എത്രമാത്രം മനോഹരമായി ദൈവത്തിന് കാഴ്ചവെക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്ന് ചിന്തിക്കാം. രണ്ടാമത്തെ വേദഭാഗത്തിൽ പറയുന്നു, അവൻ കർത്താവിൻ്റെ മുൻപിൽ വലിയവനായിത്തീരും. കർത്താവിൻ്റെ മുൻപിൽ വലിയവരായി തീരുന്നവരല്ല പലപ്പോഴും ഇന്ന് ലോകത്തിലുള്ളവർ. വി ഹാവ് പൊസിഷൻസ്, പക്ഷേ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ചുമതലകൾ എത്രമാത്രം ഭംഗിയായിട്ട് നാം ചെയ്യുന്നുണ്ട്. വലിയ പ്രൊഫഷണൽസ് നമ്മുടെ ഇടയിലുണ്ട്, വലിയ പൊളിറ്റീഷ്യൻസ് നമ്മുടെ ഇടയിലുണ്ട്, വലിയ കലാകാരന്മാർ, ആർട്ടിസ്റ്റുകൾ നമ്മുടെ ഇടയിലുണ്ട്. പക്ഷേ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ വലിയവരാകുന്നതിന് നാം എന്തുമാത്രം റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കുന്നുണ്ട്. മൂന്നാമതവിടെ പറയുന്നു, ഈ കുഞ്ഞിൻ്റെ ജനനം എല്ലാവർക്കും നിനക്ക് സന്തോഷവും ഉല്ലാസവും തരും. ഡിയർ ചിൽഡ്രൻ, ഡു യു ഗിവ് ഡിലൈറ്റ് ആൻഡ് ജോയ് ടു യുവർ പേരൻസ്, ടു ലോർഡ് ജീസസ്, ടു യുവർ ഫ്രണ്ട്സ്, ടു യുവർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ആൻഡ് ടു യുവർ ടീച്ചേഴ്സ്? അവിടെ പ്രത്യേകിച്ച് എടുത്തു പറയുകയാണ്, ഈ കുഞ്ഞ് ജോൺ, ഈ യോഹന്നാൻ എന്ന് പറയുന്ന ബാലൻ, അവൻ സന്തോഷവും ഉല്ലാസവും തരും. നമുക്ക് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ജോയ് ആൻഡ് ഡിലൈറ്റ്, സന്തോഷം കൊടുക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ?
If you need any correction, this is the most beautiful day. Correct yourself and be more and more beautiful in front of God. മൂന്നാമത് വീണ്ടും അവിടെ പറയുന്നു, അവൻ അനേകർക്ക് സന്തോഷം നൽകും. അത് മൊത്തത്തിൽ നമ്മളെ കുറിച്ച് കൂടെ പറയുകയാണ്. നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? നമ്മുടെ മാതാപിതാക്കൾക്ക് സന്തോഷം കൊടുക്കുവാൻ സാധിക്കുന്നുണ്ടോ? ഭാര്യയ്ക്ക് ഭർത്താവിനും, ഭർത്താവിന് ഭാര്യയ്ക്കും, കുഞ്ഞുങ്ങൾക്കും ഒക്കെയും സന്തോഷം കൊടുക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ആലോചിച്ച് ചിന്തിച്ച് നോക്കാം. കർത്താവിൻ്റെ സന്നിധി വലിയവനാകുന്ന ഒരു ബാലനെ കുറിച്ച് അവിടെ പറയുന്നു. ഇപ്പോഴും നമ്മൾ ജീസസ് പ്രയർ ചൊല്ലിയ സമയത്ത് സിംപ്ലിസിറ്റി എന്നൊരു വാക്ക് അവിടെ ബഹുമാനപ്പെട്ട അച്ഛൻ ഉപയോഗിച്ചത് നിങ്ങൾ കേട്ട് കാണുമല്ലോ. യോഹന്നാന്റെ കാര്യത്തിലും അവിടെ പറയുന്നുണ്ട്, അവൻ വളരെ ലളിതമായിട്ടുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ട് മരുഭൂമിയിൽ വസിക്കുന്നതായിട്ട് പ്രത്യേകം നമ്മെ പഠിപ്പിക്കുന്നു. അതിഭക്ഷണം, സുഖഭക്ഷണം, സുഖജീവിതം, അതാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത. ഇതൊക്കെയും വെടിഞ്ഞുകൊണ്ട് ഏകനായ ദൈവത്തോട് ഏകത്വം പ്രാപിക്കുന്ന, ആ ഏകാന്തതയിൽ ധ്യാനിക്കുന്ന യോഹന്നാനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇന്നെല്ലാവരും ഒരു തിരക്കിലാണ്, എല്ലാവരും ഒരു ബഹളത്തിലാണ്, എല്ലാവർക്കും ഏറ്റവും തിരക്കുള്ള സ്ഥലത്ത് ജീവിക്കാനാണ് ഇഷ്ടം. പക്ഷേ അവിടെ ദൈവസന്നിധിയിലേക്ക് കൂടുതൽ അടുത്ത് വരുവാൻ ഒരു ലോൺലിനെസ് നമുക്ക് ആവശ്യമാണ്, ഒരു മാറ്റം നമുക്ക് ആവശ്യമാണ്, ഒരു ഇൻറ്റീരിയർ സൈലൻസ് നമുക്ക് ആവശ്യമാണ്. ബി സൈലൻറ്റ്, ബി സൈലൻറ്റ്. എപ്പോഴെങ്കിലും ഒക്കെയും കുറച്ച് സന്തോഷമായി സമാധാനത്തോടു കൂടി നിശബ്ദരാകുന്നതിന് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് കൂടുതൽ ദൈവത്തോട് അടുത്ത് ചെല്ലുവാനായിട്ട് സാധിക്കും. വീണ്ടും അവിടെ പേരൻസ് ഡേ ആണല്ലോ. മാതാപിതാക്കൾക്ക് വേണ്ടി ഒരു കാര്യം അവിടെ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർക്ക് വേണ്ടി പ്രത്യേകം ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്. സഖറിയ പുരോഹിതൻ ഗബ്രിയേൽ മാലാഖയുടെ വചനം കേട്ട് ഭയപ്പെടുകയും സംശയങ്ങൾ ചോദിക്കുകയും ചെയ്തതുകൊണ്ട് മൗനിയായി തീർന്നു. മൗനത്തിൽ, ധ്യാനത്തിൽ ഒരു പിതാവ് ദീർഘനാൾ കഴിയുകയാണ്. അതിനുശേഷം കുഞ്ഞ് ജനിക്കുന്നു. കുഞ്ഞിൻ്റെ പരിച്ഛേദനയ്ക്ക് ശേഷം കുഞ്ഞിൻ്റെ നാമകരണ സമയമായപ്പോൾ എലിസബത്ത് അവിടെ കൂടിയിരുന്ന ചാർച്ചക്കാരൊക്കെയും പിതാവിൻ്റെ പേരിനോട് ചേർന്ന് പേരിടുവാനായിട്ട് ശ്രമിക്കുന്നു. ഈ സമയത്ത് എലിസബത്ത് പറയുകയാണ്, അവൻ്റെ പേര് യോഹന്നാൻ എന്നിടണം. മൗനിയായിരുന്ന ഭർത്താവിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഇംഗിതം, ഇഷ്ടം, താല്പര്യം, ഉള്ളറിവ് മനസ്സിലാക്കിയ ഭാര്യയാണ് എലിസബത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. അവിടെ ഒരു നല്ല കോമ്പിനേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതാണ് പേരൻസിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത്. ഉത്തമമായ ദൈവം യോജിപ്പിച്ച ദമ്പതികൾ, ദൈവം കൂട്ടിയോജിപ്പിച്ചതായിട്ടുള്ള ഭാര്യ ഭർത്താക്കന്മാർ, മാതാപിതാക്കൾക്കിടെ ഇടയിൽ നല്ല ഒരു ഡിവൈൻ കോമ്പിനേഷൻ ഉണ്ടായിരിക്കണം. ആ ഡിവൈൻ കോമ്പിനേഷൻ ഉള്ളിടത്താണ് ഡിവൈൻ കമ്മ്യൂണിക്കേഷൻ ഉള്ളത്. മിണ്ടാൻ സാധിക്കാതിരുന്ന ഭർത്താവിൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്ന ആശയം മനസ്സിലാക്കിയ എലിസബത്ത് അവിടെ ഉണ്ടായിരുന്ന ചർച്ചക്കാരോട് പറയുന്നു, കുഞ്ഞിൻ്റെ പേര് ജോൺ, സെയിൻറ്റ് ജോൺ അല്ലേ, അല്ലെങ്കിൽ പിന്നീട് യോഹന്നാൻ എന്ന് ഇടണമെന്ന് പറയുന്നു. ആ പേര് പിന്നീട് ഒരു എഴുത്ത് പലകയിൽ എഴുതി കാണിക്കുന്നതും യോഹന്നാൻ എന്നായിരുന്നു. പിന്നീട് ആ മൗനത്തിൽ നിന്ന് വിമുക്തി കിട്ടുന്നതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദൈവസന്നിധിയിൽ വലിയവനായി തീരുന്ന ആ യോഹന്നാനെ കുറിച്ച് എലിസബത്തിൻ്റെ മനോഹാരിത സ്ത്രീകൾ പ്രത്യേകം പഠിക്കേണ്ടതാണ്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാനാണ് ദൈവം നമ്മെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. കുരിശുമെടുത്തുകൊണ്ട് ഗൊഗുൽഥായിലേക്ക് പോയ കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ, യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവേ. തോരാമഴ പോലെ കണ്ണുനീരൊഴുക്കുവാൻ കർത്താവ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. നാം അതുപോലെ പെയ്ത് ഇറങ്ങുന്നവരായിട്ടുണ്ടോ? ആരാണ് ലോകത്തിലെ ഏറ്റവും സുന്ദരിയായ അമ്മ എന്ന് ചോദിച്ചാൽ, ഹു ഇസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ മദർ എന്ന് ചോദിച്ചാൽ, എ പ്രേയിങ് വുമൺ ഇസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ മദർ. പ്രാർത്ഥിക്കുന്ന അമ്മയാണ് ഏറ്റവും സുന്ദരിയായ അമ്മ. കാരണം പ്രാർത്ഥിക്കുന്ന അമ്മയ്ക്ക് മാത്രമേ സഹിക്കുവാൻ, സാക്രിഫൈസ് ചെയ്യാനായിട്ട് സാധിക്കൂ. സഹിക്കുന്ന അമ്മയ്ക്ക് മാത്രമേ പങ്കുവെക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. സാക്രിഫൈസിങ് മദർ ഈസ് എ ഷെയറിങ് മദർ. ഷെയർ ചെയ്യുന്ന അമ്മയ്ക്ക് മാത്രമേ മറക്കുവാനും പൊറുക്കുവാനും സാധിക്കുകയുള്ളൂ. സച്ച് എ മദർ ഈസ് ഓൾവേസ് എ ഫോർഗിവിങ് മദർ. ചിലതൊക്കെ മറക്കുവാൻ സാധിക്കുകയുള്ളൂ.
അങ്ങനെയുള്ള ഒരമ്മയ്ക്ക് മാത്രമേ ഒരു ഗ്ലോറിഫൈങ് മദറായി തീരുവാൻ പറ്റുകയുള്ളൂ. സോ ബി എ ബ്യൂട്ടിഫുൾ മദർ. അത് ഒരു ബ്യൂട്ടി പാർലർ നമുക്ക് തരുന്നതല്ല. കർത്താവിൻ്റെ സന്നിധിയിൽ മഴ പെയ്യുന്നത് പോലെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന അമ്മമാരായി തീരുവാൻ ദൈവം നമുക്ക് മുഖാന്തരങ്ങളെ ഓരോരുത്തർക്കും ഓരോ രീതിയിൽ തന്നിട്ടുണ്ട്. നമുക്ക് കണ്ണുനീരോടെ നമ്മുടെ മക്കളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനായിട്ടും എലിസബത്തിൻ്റെ ജീവിതത്തിൽ നമ്മൾ പഠിക്കുന്നു. അതുപോലെ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അവിടെ നാവിൻ്റെ കെട്ട് അഴിക്കപ്പെട്ട സെഖരിയാവ് പാടുന്ന ഒരു പാട്ടുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം പഠിക്കുമ്പോൾ 4 പാട്ടുകളാണ് ലൂക്കോസിന്റെ സുവിശേഷത്തിലുള്ളത്. 1 മാലാഖമാരുടെ പാട്ട്, 2 മറിയാമിൻ്റെ പാട്ട്, 3 ശിമയോന്റെ പാട്ട്, 4 സെഖരിയാവിൻ്റെ പാട്ട്. സെഖരിയാവ് പാടുകയാണ്, ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ നാമം മഹത്വീകരിക്കപ്പെടട്ടെ. നമ്മുടെ കെട്ടുകൾ അഴിക്കപ്പെടുമ്പോൾ, നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടുമ്പോൾ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ നാമം മഹത്വീകരിക്കപ്പെടട്ടെ എന്ന് സ്തുതി സ്തോത്രങ്ങൾ ദൈവത്തിന് സമർപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? അങ്ങനെ സ്തുതി സ്തോത്രങ്ങൾ സമർപ്പിക്കുവാനായിട്ട് സാധിക്കണം. കർത്താവിൻ്റെ സന്നിധിയിൽ വലിയവരായി അനേകർക്ക് സന്തോഷം കൊടുക്കുന്ന കുഞ്ഞുങ്ങളായി വളരുവാൻ ശ്രമിക്കണം. നിങ്ങൾ ആൽഫബറ്റ്സ് പഠിക്കുമ്പോൾ ആദ്യം പഠിക്കുന്നത് ABC എന്നാണ്. നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുന്ന ലെറ്റേഴ്സാണ്. ഫസ്റ്റ് ലെറ്റേഴ്സ് ABC. പ്ലീസ് റിമെമ്പർ ABC in your adolescence, in your lifehood. That is, avoid bad company. A for avoiding bad company. നമ്മൾ ക്ലെൻസിങ് എന്നൊരു വാക്ക് ഇവിടെ പ്രത്യേക പ്രാർത്ഥന ചൊല്ലിയപ്പോഴും നമ്മളെ തന്നെ വൃത്തിയാക്കുവാനായിട്ട് പറഞ്ഞു. നാം നമ്മെ വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്നതാണ് പലപ്പോഴും സോപ്പോ അതിനോട് ചേർന്നുള്ള അനുബന്ധ കാര്യങ്ങളും. എപ്പോഴും കുഞ്ഞുങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു വാക്കാണ് സോപ്പ്. SOAP. വാട്ട് ഇസ് ഇറ്റ്? സ്റ്റാർട്ട് ഓൺലി ആഫ്റ്റർ പ്രെയർ, സ്റ്റഡി ഓൺലി ആഫ്റ്റർ പ്രെയർ, സപ്പർ ഓൺലി ആഫ്റ്റർ പ്രെയർ ആൻഡ് സ്ലീപ്പ് ഓൺലി ആഫ്റ്റർ പ്രെയർ. Can you remember this? Soap. What is the soap for cleansing us? Start only after prayer. Early morning when you get it, please pray. Study only after prayer. അവിടെയാണ് പരിജ്ഞാനം ലഭിക്കുന്നത്. ഡിവൈൻ നോളജ്. നമ്മൾ ഇന്ന് വായിച്ചു കേട്ടതായ 2 Peter ലേഖനം വായിച്ചപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട്, ബി പാർട്ടേക്കേഴ്സ് ഓഫ് ഡിവൈൻ നേച്ചർ. ദിവ്യ സ്വഭാവത്തിന് അനുരൂപികളായി തീരുന്നതിന് സ്റ്റഡി ഓൺലി ആഫ്റ്റർ പ്രെയർ, സപ്പർ ഓൺലി ആഫ്റ്റർ പ്രെയർ ആൻഡ് സ്ലീപ്പ് ഓൺലി ആഫ്റ്റർ പ്രെയർ. അവിടെ സന്തോഷമായിട്ട് നിങ്ങൾക്ക് ഉറങ്ങി പ്രഭാതത്തിൽ എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ ദൈവസന്നിധിയിൽ ഏറ്റവും ധന്യമായിട്ടുള്ള ജീവിതം നയിക്കുവാൻ, യോഹന്നാനെ പോലെ ദൈവത്തിന് സമർപ്പിക്കപ്പെടുവാൻ നമുക്കും ഒരുങ്ങാം. ഇതൊരു സമർപ്പണത്തിൻ്റെ, പേരൻസിൻ്റെ വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാനുള്ള ഒരു സമയമാണ്. ആ സമയം നന്നായിട്ട് ഏറ്റെടുക്കുവാനായിട്ട് ശ്രമിക്കുക. പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനി എപ്പോഴും പേരൻസിനെ കുറിച്ച് പറയുമ്പോൾ കപ്പിളിൻ്റെ ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് പറയും. ഇറ്റ് ഈസ് കോമ്പിനേഷൻ, പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ആൻഡ് കോംപ്രമൈസ്. ഒരു പുരുഷനും തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ സ്ത്രീയെ കിട്ടിയിട്ടില്ല. ഒരു സ്ത്രീക്കും തൻ്റെ മനസ്സിലുള്ള എല്ലാ ഗുണങ്ങളോടും കൂടിയ ഒരു ഭർത്താവിനെയും കിട്ടണമെന്നില്ല. പക്ഷേ ആ ഒരു നല്ല കോമ്പിനേഷൻ ദൈവം ഏൽപ്പിച്ചതാണെന്ന് വിചാരിച്ചുകൊണ്ട് ഒരു ഡിവൈൻ ഗ്രേസോടുകൂടി ഉത്തമമായ കുടുംബജീവിതം നയിക്കണം. കുഞ്ഞുങ്ങൾക്ക് നല്ല മോഡൽസ് ആകുന്നതിന് നമുക്ക് ശ്രമിക്കാം. ദൈവത്തെ സെൻട്രൽ പോയിന്റ് ആയിട്ട് വെച്ചുകൊണ്ട് ജീവിക്കുക. ഒരു കൊച്ചു കഥ കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. തിരക്കിട്ട ഒരു ശാസ്ത്രജ്ഞൻ, ഒരു സയൻറ്റിസ്റ്റ്, തൻ്റെ പിറ്റേ ദിവസത്തെ സെമിനാറിന് വേണ്ടി പേപ്പർ പ്രസൻറ്റ് ചെയ്യുന്നതിന് വളരെയേറെ പണിതുകൊണ്ടിരുന്നതായ സമയത്ത് കൊച്ചുമകൻ ചെന്ന് നിരന്തരം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു. അമ്മ ജോലിക്ക് പോയിരിക്കുന്ന സമയമാണ്. പെട്ടെന്ന് ഈ കുട്ടിയെ ഒന്ന് ഇരുത്തുന്നതിന് വേണ്ടി എന്ത് ചെയ്യുകയാണ്, അവിടെ ഇരുന്ന ഒരു മാപ്പ് കീറി കുട്ടിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, മോനെ ഇത് പഴയതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാനായിട്ട് കുറച്ച് ഗമ്മും ഈ കുട്ടിയുടെ കയ്യിൽ കൊടുത്തു. വളരെ പെട്ടെന്ന് തന്നെ ഈ കുട്ടി ഈ മാപ്പ്, അവൻ കൊച്ചുകുട്ടിയാണ്, അവന് ലോകത്തിൻ്റെ ഭൂപടമൊന്നും അറിയത്തില്ല, പെട്ടെന്ന് അതെല്ലാം ശരിയാക്കി പിതാവിൻ്റെ കയ്യിൽ കൊടുത്തു. പെട്ടെന്ന് ഈ പിതാവ്, ഈ സയൻറ്റിസ്റ്റ് വളരെ അത്ഭുതപ്പെട്ടു, എങ്ങനെയാണ് ഈ കുട്ടി ഇത് ചെയ്തത്? ആ കുട്ടി മകനോട് ചോദിച്ചു, മോനെ ഈ ലോകത്തിൻ്റെ മാപ്പൊന്നും അറിയില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഇത് ചെയ്തത്? പെട്ടെന്ന് ഈ കുട്ടി ആ പടം തിരിച്ച് കാണിക്കുകയാണ്. ഇതിൻ്റെ പിന്നിൽ ജീസസ് ക്രൈസ്റ്റിൻ്റെ പടം ഉണ്ടായിരുന്നു. ഈ പടം, ഈ മുഖം ഞാൻ ഒരുമിച്ച് വെച്ചപ്പോൾ ഈ മാപ്പും ശരിയായി തീർന്നു. നമ്മുടെ ജീവിതത്തിൽ
കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലായാലും വലിയവരുടെ ജീവിതത്തിലായാലും ദൈവത്തെ സെൻട്രൽ പോയിന്റ് ആയിട്ട് വെച്ച് കഴിയുമ്പോൾ നമ്മുടെ ജീവിതം മനോഹരമായി തീരും. നടക്കേണ്ടുന്ന വഴിയിൽ ദൈവം നടത്തും, പോകേണ്ടുന്ന വഴിയിൽ ദൈവം മുൻപോട്ട് കൊണ്ടുപോകും. വിശുദ്ധ വേദപുസ്തകം യെശയ്യാ പ്രവചനം ഇന്ന് വായിച്ചുവല്ലോ. വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നു, 366 പ്രാവശ്യം ആവർത്തിച്ചിട്ടുള്ള ഒരു വാക്കാണ് ഫിയർ നോട്ട്, ഭയപ്പെടേണ്ട. ഇന്ന് വായിച്ച വേദഭാഗത്തിലും പറയുന്നു ഭയപ്പെടേണ്ട. കന്യാമറിയത്തോടും പറയുന്നു, സിക്രിയാവിനോടും പറയുന്നു, സംശയിക്കാതെ നമുക്ക് വിശ്വസിക്കാം, ഭയപ്പെടേണ്ട. പ്രയാസങ്ങളും പ്രതിസന്ധികളും പലവിധ പ്രലോഭനങ്ങളും വരുമ്പോൾ എൻ്റെ കർത്താവിനെ മുറുകെ പിടിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. സങ്കീർത്തനക്കാരനോട് ചേർന്ന് പാടാം, ഹി ഈസ് മൈ സ്ട്രെങ്ത് ആൻഡ് മൈ റെഫ്യൂജ്. യഹോവ എൻ്റെ സങ്കേതവും എൻ്റെ ബലവും ആകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാകുന്നു. കണ്ണുനീരൊപ്പുന്ന കർത്താവ് നമ്മുടെ പ്രയാസങ്ങളെയും ഒപ്പിത്തരും. ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് പ്രവർത്തിക്കാം, ഒരുമിച്ച് പ്രകാശിക്കാം. ദൈവം അതിന് നമ്മെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ. നമ്മുടെ മക്കൾ നമ്മുടേതല്ല, അത് ദൈവത്തിൻ്റെ ദാനം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, give delight and joy to Jesus Christ, to your parents and to whoever who loved you. Thank you.